മരിച്ചവർ പോലും എണീറ്റ് വരികയാണ്. എന്താ അല്ല അത്ഭുതം? മരണപ്പെട്ടു പോയി മണിക്കൂറുകൾ കഴിഞ്ഞ വ്യക്തി എണീറ്റ് വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് അബുദാബിയിൽ ഒരാൾ മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ട് കിടത്തിയതാണ്. ഡോക്ടർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ സമയം കൊണ്ട് ആളിൻ്റെ കൈ വിരലുകൾ ഓട്ടോമാറ്റിക്കലി അനങ്ങി. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ ആൾ ആ വെള്ള തുണി മാറ്റി പുറത്തു വന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ഒരിക്കലും സ്ഥിരീകരിക്കരുത് അയാൾ ശരിക്കും മരിച്ചു എന്നുള്ളത്. അത്രയും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവർ മരിച്ചുപോയി എന്ന് ഉറപ്പ് വരുത്താവൂ. എത്രയോ ജീവൻ ഇതുപോലെ മണ്ണിനടിയിൽ പോയിട്ടുണ്ടാവും അല്ലേ? ശരിക്കും. കാരണം ചെറിയൊരു ഫാൾട്ട് മതി, അല്ലെങ്കിൽ ചെറിയൊരു ഹൃദയത്തുടുപ്പ് മതി പുള്ളി ഉണർവിലേക്ക് തിരിച്ചു വരാൻ. പറയാൻ പറ്റില്ല. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ആൻറ്റി, എൻ്റെ റിലേറ്റീവ് അല്ല, എൻ്റെ അച്ഛൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുറേ ആൻറ്റിമാരുണ്ട്. അതിലൊരാൾ, ആൻറ്റിയുടെ മകൻ എൻ്റെ കൂടെയാണ് സ്കൂളിൽ പഠിച്ചത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ മകനെ കൊണ്ടാക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ. പുള്ളിക്കാരത്തി മരണപ്പെട്ടു പോയതാണ്. പുള്ളിക്കാരത്തി മരണപ്പെട്ടു പോയിട്ട് മണ്ണിനടിയിൽ അടക്കി പുള്ളിക്കാരത്തി. അന്നൊക്കെ മണ്ണിലല്ലേ കുഴിച്ചിടുന്നത്. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത്, അടക്കിയ സമയത്ത് കൈ വെളിയിലായിപ്പോയി. അത് പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല. കൈ വിരലുകൾ ഇങ്ങനെ അനങ്ങുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നു, ഞാൻ ലാസ്റ്റ് തല മാത്രം മണ്ണിട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. അങ്ങനെ വിരലുകൾ അനങ്ങുന്നത് കണ്ടിട്ട് മണ്ണ് മാന്തി നോക്കിയപ്പോൾ ജീവൻ്റെ തുടുപ്പുണ്ട്. അവർ ഇന്നും ജീവിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഡോക്ടർ പറഞ്ഞു, എല്ലാവരെയും അറിയിച്ചോളൂ, നിങ്ങൾ ഇനി അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പ്രായമായ ഒരു ആൻറ്റി, എല്ലാവരെയും അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് ഹാരവും റീത്തും ഒക്കെ കൊണ്ടുവച്ചു. പക്ഷേ നിമിഷങ്ങൾക്കകം അവർക്ക് ജീവൻ വീണു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയ്യോ മരിച്ചു എന്ന് നമ്മൾ ഒരിക്കലും സ്ഥിരീകരിക്കരുത്. അവരെ നല്ല രീതിയിലൊന്ന് വാച്ച് ചെയ്യുകയും നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യുകയും, ഒരുപക്ഷെ ആ കാതിൽ പോയി നമ്മൾ സംസാരിച്ചാൽ, ഒരു പക്ഷേ ഇത് ചിലവർക്ക് കേൾക്കുമ്പോൾ അയ്യേ ഇവളെന്താ പറയണതെന്ന് തോന്നിയേക്കാം. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ്, അയ്യോ നമ്മുടെ പ്രാണൻ തിരിച്ചു വരും. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ, അല്ലെ ചേട്ടാ ചേച്ചി മോളെ മോനെ എന്ന് വിളിക്കുമ്പോൾ, ചിലപ്പോൾ ആ ഉണർവ് ഉച്ചത്തിൽ അലറി വിളിക്കണം. ആ കാതിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ജീവൻ്റെ തുടുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്നാലോ. ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പറയും ഇങ്ങനെ, ഞാൻ അരികത്ത് വന്നിരുന്നിട്ട് അലറി വിളിക്കും ഇങ്ങനെ, അപ്പം നീ തിരിച്ചു വരുമെന്ന് ഞാൻ പറയാറുണ്ട്. അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതുപോലെ ഒരു പക്ഷേ നമ്മളിങ്ങനെ കാതിൽ ഉച്ചത്തിൽ ഇങ്ങനെ അലറി വിളിച്ചാൽ ഉണർവ് ചിലപ്പോൾ, അല്ലെങ്കിൽ തോളിൽ നല്ല രീതിയിൽ ഇങ്ങനെ തട്ടി, നമ്മൾ അറ്റാക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ഡോക്ടർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തോളിൽ, രണ്ട് തോളിലും ശക്തിയായി തട്ടണം. ശക്തിയായി തട്ടുമ്പോൾ അവർക്ക് ബ്രീത്ത്, അല്ലെങ്കിൽ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്നത് ആ സംഭവം ഒന്നും മാറി ഒരു ചെറിയൊരു ഉണർവ് കിട്ടാൻ സാധ്യത. ഇതൊന്നും ചെയ്തിട്ട് പറ്റിയില്ലെങ്കിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ കയ്യിൻ്റെ പത്തിയല്ലേ, പത്തി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ കാതിൽ ഇങ്ങനെ ശക്തമായി വിളിക്കുമ്പോൾ, പേര് ചൊല്ലി വിളിക്കുമ്പോൾ, ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണർവ് വന്നാലോ. അതുകൊണ്ട് നമ്മളൊരിക്കലും ഒരു വ്യക്തിയെയും മരിച്ച ഉടനെ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കരുത്. നിങ്ങളൊന്ന് നോക്കണം, കൈയൊന്ന് അനങ്ങുന്നുണ്ടോ, കാലനങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പെണ്ണെടുത്തിട്ട് കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് വരച്ച് നോക്കണം. എവിടെയെങ്കിലും ഒരു ചലനമുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, വിഷമവുമുണ്ട് സന്തോഷവുമുണ്ട്. മരണപ്പെട്ട ഒരാൾ തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് 1000-ൽ ഒരുവന് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയുള്ളൂ അല്ലേ. അത് ആ മനുഷ്യന് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എത്രയിടത്ത് അറിയാതെ പോകുന്ന സംഭവങ്ങളുണ്ടാവും. ഇതിപ്പോൾ ചാനൽ വഴി വന്നത് കൊണ്ടാണ്. പണ്ടൊക്കെ ചാനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അറിയാതെ പോകുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്.
ഇപ്പോൾ ചാനലുള്ളത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പോൾ എന്തൊരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ, അല്ലേ? ആ ആൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം. അത് പുള്ളി ഇങ്ങനെ മോർച്ചറിയിൽ കിടക്കുകയാണ്, പെട്ടെന്ന് തന്നെ കൈ ഇങ്ങനെ വെളിയിൽ കിടക്കുന്നു, ആ കിടക്കുന്ന കൈ ഇങ്ങനെ ഒന്ന് അനങ്ങുന്നു, അനങ്ങിയ ഉടനെ തന്നെ ആളിന് ബോധം വീണു, ആൾ ആ വെള്ളത്തുണി മാറ്റിയിട്ട് ചാടി അങ്ങ് എണീക്കുകയാണ്. അത് അടുത്ത് നിന്നവർ കാണുമ്പോൾ ഉണ്ടാവുന്ന കാഴ്ച, പക്ഷെ അവിടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേര് തിരിച്ചു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഭാഗ്യം തന്നെ, വല്ലാത്തൊരു കാഴ്ചയാണ്. അത് നേരിട്ട് കണ്ടവർക്കും അത് കാണുന്നവർക്കും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. പിന്നെന്താ പറയാനുള്ള? പിന്നൊന്നും പറയാനില്ല, ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം മരിക്കാൻ ആരും ആഗ്രഹിക്കില്ല, അല്ലേ? മരണം നമ്മളറിയാതെ വന്നു ചേരുന്നു. പക്ഷെ ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്. എത്ര മരിക്കണ്ട എന്ന് പറഞ്ഞാലും ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്. പക്ഷെ നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കില്ല. ഒരുപാട് നാൾ ജീവനോടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സന്തോഷം. മരിക്കുന്നവരാരും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടല്ല മരിക്കുന്നത്. മാക്സിമം ആൾക്കാരും ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ചിലവർ മാത്രം, കാശുള്ള ചില ആൾക്കാർ മാത്രം അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി പോകുന്നു. സത്യം. അപ്പോൾ അവരുടെ മനസ്സിൽ ഇനിയും ജീവിക്കണം, ഇനിയും നാളുകൾ എനിക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് ജീവിക്കുന്നവരായിരിക്കാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു അറ്റാക്കോ ഒരു നെഞ്ചുവേദനയോ വരുമ്പോൾ അവർ മൺമറഞ്ഞു പോകുകയാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ. പക്ഷെ അത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. എന്നാൽ അതിലേറെ സങ്കടവും ഉണ്ടാക്കും നമുക്ക്, അല്ലേ? നമ്മുടെ പ്രാണനാണ് നമ്മളെ വിട്ടു പോകുന്നതെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കൊണ്ടുവന്ന് അടക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് നീക്കം ചെയ്യാം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഡോക്ടർ മരിച്ചെന്ന് ഏതൊരു കണക്ക് പിള്ളയ്ക്ക് കണക്ക് തെറ്റും, അല്ലേ? അപ്പോൾ എത്ര വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിക്കും അടിതെറ്റിയാൽ ആനയും വീഴുമെന്നാണ്. ചെറിയൊരു ഫാൾട്ടൊക്കെ സംഭവിക്കുക. ഡോക്ടർ പോലും പറയുന്നുണ്ട്, ഇനി ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ മരിച്ചെന്ന് സ്ഥിരീകരിത്തിയാലും നിങ്ങൾ ഒന്നുകൂടെ വാച്ച് ചെയ്യണം ആ ജീവൻ്റെ തുടിപ്പുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംശം ബാക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് വേണം മരണത്തിലേക്ക് അവരെ കിടത്താൻ.